പ്ലസ് ടു ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് പ്ലസ് ടു ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 1ാമത്തെ ചാപ്റ്ററാണ്. ഈ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? ചാപ്റ്റർ മുഴുവനും ഫോക്കസ് ഏരിയയിലുണ്ട്. അതുകൊണ്ട് എന്താ, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 6-7 ചോദ്യങ്ങൾ വരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് നമുക്ക്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 20 മാർക്കിൻ്റെങ്കിലും ചോദ്യം ചോദിക്കും. 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ഓർക്കണേ, നമ്മുടെ ടോട്ടൽ മാർക്ക് 60ൻ്റെ 3/1. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു A+ അല്ലെങ്കിൽ സെൻറ്റം സ്കോർ നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഇതുവരെ ഒരു ഫിസിക്സും പഠിക്കാത്ത ആളാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പാസ്സാവാം. ഓക്കെ, ഇതൊരു അവസരമാക്കി നിങ്ങൾ എടുക്കുക. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ട്, നമ്മൾ അധികം സമയം പോകില്ല. പെട്ടെന്ന് കൃത്യ 1 മണിക്കൂറിൽ തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും. ഞാനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഞാനും പ്ലാൻ ചെയ്യണം ക്ലാസ് എടുക്കാൻ. പഠിച്ച് നിങ്ങളും പ്ലാൻ ചെയ്യണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൻ്റെ പ്രധാന ഐഡിയ എന്താണെന്നറിയോ? ഒരു ഇലക്ട്രിക് ചാർജ് അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആൻഡ് ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന 2 ഇലക്ട്രിക് ചാർജസ് ഏതൊക്കെയാണ്? ഇലക്ട്രോണും പ്രോട്ടോണും. ഇലക്ട്രോൺ, പിന്നെയോ പ്രോട്ടോൺ. ഇതിന് രണ്ടിൻ്റെയും ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇലക്ട്രിക് ഫീൽഡ് ആരാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രിക് ചാർജാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കറിയാം എല്ലാ വസ്തുക്കളും ന്യൂട്രലാണ്. അപ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ ആ വസ്തുക്കളുടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് നേച്ചറുള്ളതായിരിക്കും. ഓപ്പോസിറ്റ് ചാർജ് അല്ലേ അതിന്. ഇനി ന്യൂട്രലായ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നിങ്ങൾ ഇലക്ട്രോണുകൾ കൊടുക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അതിൻ്റെ ചുറ്റും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അല്ല, പ്രോട്ടോൺ കൊടുത്താലും മതി അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവാൻ. പക്ഷേ പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടോണിനെ കിട്ടില്ല അങ്ങനെ. അപ്പോൾ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിനെ പോസിറ്റീവ് ചാർജ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് വസ്തുക്കളെ പോസിറ്റീവ് ചാർജാക്കി ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വസ്തുക്കൾക്ക് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്ത് നെഗറ്റീവ് ചാർജാക്കി അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഈ എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഈ ഇലക്ട്രോണിൻ്റെ ചുറ്റും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക എന്നറിയോ? ഉദാഹരണത്തിന് ഈ ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ നിങ്ങൾ ഒരു ചാർജ് വെച്ചു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ആ പ്രോട്ടോണിനെ നിങ്ങൾ ഇവിടെ വെച്ചു എന്നിരിക്കട്ടെ. ആ പ്രോട്ടോണിനെ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ അതിൻ്റെ മേലൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ചാർജിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്പേസ് ഓർ എ പ്ലേസ് വേർ ആൻ ഇലക്ട്രിക് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പോൾ നമുക്കിത് ഈ ചാർജ് സിസ്റ്റത്തെ തന്നെ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജനറൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ചാർജിനെ Q1, അതാ ചാർജിൻ്റെ സിമ്പൽ കേട്ടോ. ഈ ചാർജിനെ Q2 എന്നെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി കളഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഈ ചാർജും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ 1ാമത്തെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് 2ാമത്തെ ചാർജ് ഇരിക്കുന്നതെന്നോ, 2ാമത്തതിൻ്റെതിലാണ് 1ാമത് ഇരിക്കുന്നത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അവ തമ്മിലുള്ളൊരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോഴ്സിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൂളുണ്ട്. അതാണ് ഈ ചാപ്റ്ററിലെ 1ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് റൂള്? കണ്ടുപിടിച്ചത് ചാൾസ് അഗസ്റ്റസ് കൂളോം എന്ന ആളാണ്. അപ്പോൾ ആ ലോയ്ക്ക് നമ്മൾ എന്തായിരിക്കും പറയുക? കൂളോംസ് ലോ എന്നാണ് പറയുക. ഇവ തമ്മിലുള്ള ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ലോയാണത്. ഈ ചാർജ് മൂവ് ചെയ്യുമ്പോഴല്ല, സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ. അപ്പോൾ കൂളോംസ് ലോ നമുക്കങ്ങ് പഠിക്കാം. എന്താ കൂളോംസ് ലോ? കൂളോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the force between 2 stationary electric charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. എന്ന് വെച്ചാൽ ഇവിടെ ഫോഴ്സ് ഈ ചാർജുകൾ തമ്മിലുള്ള ദൂരം നിങ്ങൾ r ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ്
ഈസ് ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് പ്രപ്പോർഷണൽ ടു Q1 Q2 ആൻഡ് എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R² എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം, ഈ ഇക്വേഷനും പഠിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള ഈ കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ ε0 എന്ന് പറയുന്നത്, അത് ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അത് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡിനെ അലൗ ചെയ്യുന്നു എന്നുള്ള ഒരു അളവാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എയറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ഇക്വേഷൻ ഈസ് ഫോർ എയർ. നിങ്ങൾ ഈ രണ്ട് ചാർജുകളെ വെച്ചിരിക്കുന്നത് വേറൊരു മീഡിയത്തിലാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ മീഡിയത്തിന് വേണ്ടി ഇക്വേഷൻ എങ്ങനെയാണ് മാറ്റി എഴുതുക എന്നറിയോ? ഇങ്ങനെ എഴുതുക. ആ മീഡിയമാണ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ε0യുടെ സ്ഥാനത്ത് എപ്സിലോൺ മീഡിയമാണ് എഴുതേണ്ടത്. എപ്സിലോൺ മീഡിയം നമ്മൾ ബുക്കുകളിലൊന്നും നോക്കിയാൽ കാണില്ല. നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? എപ്സിലോൺ മീഡിയം ഡിവൈഡഡ് ബൈ ε0. ഈ കാര്യത്തെ നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ എന്നാണ് വിളിക്കുക. അപ്പോൾ ബുക്കുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ ഈ കെ ആണ് കാണുക. ഉദാഹരണത്തിന് വാട്ടറിൻ്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഏതാണ്ട് 100 ആണ്. 100 എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ എപ്സിലോൺ വാട്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ എഴുതുക? ε0 ഇൻറ്റു കെ എന്നായിരിക്കും. അപ്പം ജനറലായിട്ട് എഫ് മീഡിയം ഈസ് ഈക്വൽ ടു, മീഡിയത്തിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഈ ε0യുടെ സ്ഥാനത്ത് ഈ എപ്സിലോൺ മീഡിയം എഴുതണം. അപ്പോൾ ഞാൻ കെ ε0 എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് വരിക, 1/k ഇൻറ്റു 1/4πε0, കെ ε0 എന്നാണ് എഴുതിയേക്കുന്നത്, ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എയറിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എഫ് മീഡിയം ഈസ് ഈക്വൽ ടു, നിങ്ങൾ താഴേക്ക് തന്നെ എഴുതണേ, എഫ് എയർ ഡിവൈഡഡ് ബൈ കെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കെ വെള്ളത്തിനെ സംബന്ധിച്ച് 100 നമ്മൾ പറഞ്ഞു. അപ്പോൾ 100 ആണെങ്കിൽ എയറിലുള്ള ഫോഴ്സിൻ്റെ 100-1 വെള്ളത്തിലുണ്ടാവുക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ഇവിടെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പൂർണ്ണമായും ഇവിടെ എത്തില്ല, ഫോഴ്സ് കുറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഡൈസ് ഔട്ട്. ഇറ്റ് ഈസ് ഫോർ ഗെറ്റിംഗ് ദാറ്റ് മീനിങ് വി യൂസ് ദ ടേം ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു, ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ചാർജ് ഇരിക്കുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി ഉണ്ടല്ലോ, ശക്തി, ഇതിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതിനെ റിപ്പൽ ചെയ്യുന്നത്. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക, ഇത് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചാർജ്, പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി എത്രയാണ്, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പുതിയ ഐഡിയ ഉണ്ട്. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇ എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഇ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നിങ്ങളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം ആദ്യം. ഓക്കെ, എന്നാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ഡെഫിനിഷൻ പഠിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് ഓൺ +1 coulomb ചാർജ് കെപ്റ്റ് അറ്റ് ദാറ്റ് പോയിൻ്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ പോയിൻറ്റിൽ ഒരു +1 coulomb ചാർജ് വെച്ചതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. +1 coulomb, കൂളോം ചാർജിൻ്റെ യൂണിറ്റാണ്. +1 coulomb, അത് സത്യത്തിൽ വലിയൊരളവ് ചാർജാണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അളവ് ചാർജാണ്. പക്ഷേ ചാർജിൻ്റെ അളവ് 1 യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ +1 coulomb ചാർജ് എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചാർജ് ഇവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലൊരു ഫോഴ്സ് ഉണ്ടാകുമല്ലോ, അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും നിങ്ങൾക്കറിയാം. നമ്മൾ പറയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ കിട്ടി. ഇനിയോ
ഈ ചാർജിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവ് നോക്കുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായി കാണാതെ പഠിക്കണം. എന്നിട്ട് ഈ ആശയം മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മളൊരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യുക, അവിടെ +1 കുളോം ചാർജ് വെച്ച് നോക്കും. അതിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജിന് പകരം നെഗറ്റീവ് ചാർജായിരുന്നു വെച്ചിരുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ഇതേ +1 കുളോം ചാർജ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും അല്ലേ. ഈ ചാർജിൻ്റെ അളവ് സെയിം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സും സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഒരു സ്ഥലത്ത് പോസിറ്റീവ് ചാർജും വേറൊരു സ്ഥലത്ത് നെഗറ്റീവ് ചാർജും വെച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. എങ്കിൽ ഈ പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്കായിരിക്കും. ഓരോ സ്ഥലത്തും അളവ് വ്യത്യാസം ഉണ്ടാവും. വി സേ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് എ റേഡിയലി ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി നെഗറ്റീവ് ചാർജിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക അല്ലേ, ഇങ്ങോട്ട്. ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വരച്ചായിട്ട് കണക്കാക്കുക. അപ്പോൾ നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് എ റേഡിയലി ഇൻവേർഡ് ഇലക്ട്രിക് ഫീൽഡ്. അളവ് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും വെച്ചിരിക്കുന്ന ചാർജിൻ്റെ അളവനുസരിച്ച്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ഒന്നിച്ച് വെച്ചാൽ തുല്യ അളവാണെങ്കിൽ അതാണ് ആറ്റത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ ചുറ്റും അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് ഡൈപോൾ എന്ന കൺസെപ്റ്റാണ്. എന്താ ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ? 2 പോയിൻ്റ് ചാർജുകളെ ചേർത്ത് വെച്ചതാണ് ഒരു ഡൈപോൾ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിൻ്റ് ചാർജുകളെ. അതൊരു ഇമാജിനേഷനാണ്. അങ്ങനെ നമ്മളൊരു മോഡൽ ഉണ്ടാക്കുകയാണ് മോളിക്യൂൾസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വാട്ടർ മോളിക്യൂൾ ഡൈപോളാണ്. അപ്പോൾ അത്തരം മോളിക്യൂൾസിനെ കുറിച്ചൊക്കെ അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലാണ് ഡൈപോൾ മോഡൽ. ഓക്കെ, അപ്പോൾ ആ ഡൈപോളിൽ 2 പോയിൻ്റ് ചാർജസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വായുവിൽ ഒരു ചാർജ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളങ്ങ് സങ്കല്പിക്കും. അതാണ് പോയിൻ്റ് ചാർജ്. അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അതിന് ഇക്വേഷൻ ഉണ്ടാക്കും. അത് ഇക്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈപോളിനെ കുറിച്ച് പഠിക്കാൻ എളുപ്പമാണ്. കാരണം 2 പോയിൻ്റ് ചാർജുകൾ വെച്ചതാണ് ഡൈപോൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അപ്പോൾ പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ചാർജ് ഉണ്ട്. ഇവിടെ ഒരു ചാർജ് വെച്ചേക്കുന്നു, Q എന്ന് പറഞ്ഞ ഒരു ചാർജ്. ആ ചാർജിൽ നിന്ന് കുറച്ച് ദൂരെ ഇവിടെയുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും നമുക്കറിയാം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങോട്ടും ആയിരിക്കും. ഈ കാര്യം ഓർത്തിരിക്കണേ. ഇനി അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ദൂരം R ആണെന്ന് സങ്കല്പിച്ചാൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് ഓൺ +1 കുളോം ചാർജ് എന്നല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൂളോംസ് ലോ ഉപയോഗിക്കും. എന്നിട്ട് ഇവിടെ +1 കുളോം ചാർജ് ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടും. സോ ഇറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q1 Q2 എന്നാണ് വരേണ്ടത്. Q1 ഇവിടെ Q ആണ്. Q2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാർജാണ്. അത് +1 ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഡിവൈഡഡ് ബൈ R². അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കണം. നമ്മുടെ പൊതുപരീക്ഷയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾക്ക് മാർക്ക് കാര്യമായിട്ടില്ല. മാർക്ക് ഇല്ല എന്നല്ല, കാര്യമായിട്ടില്ല. ഫൈനൽ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതിയാൽ കുറച്ചുകൂടി ടീച്ചേഴ്സ് നമ്മളെ പരിഗണിക്കും. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് സിറ്റുവേഷനിലുള്ള ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പോൾ ഇത് ഇക്വേഷൻ എഴുതി പഠിക്കണം. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1/4πε0 Q/R². ഇനി വേറൊരു മീഡിയത്തിലാണെങ്കിൽ ഈ ε0യ്ക്ക് പകരം നമ്മൾ എന്തായിരിക്കും എഴുതേണ്ടത്? ആ എപ്സിലോൺ മീഡിയം എന്ന് എഴുതണം, അല്ലെങ്കിൽ K∈0 എന്ന് എഴുതണം. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പം നമ്മൾ ഇനി അത് അങ്ങോട്ട് പറയില്ല, നിങ്ങൾ ഉദ്ദേശിച്ചോണം. അതാണ് കാര്യമെന്ന കാര്യം.
ഇനി ഡൈപോൾ എന്താണെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ, ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസ് ഉണ്ട്. ഒരു പ്ലസ് ചാർജ്, പ്ലസ് ക്യൂ എന്ന ചാർജ്, ഒരു മൈനസ് ക്യൂ എന്ന ചാർജ്. സോ എ ഡൈപോൾ ഈസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ 2a എന്ന ദൂരത്താണ് ഉള്ളതെന്ന് പറയാം. നമ്മൾ 2a എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഈ പകുതി ദൂരത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അത് a ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഡിസ്റ്റൻസ് 2a എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ ഈസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇനി ഈ ഡൈപോളിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം 2AQ, ഈ ക്യൂ ആണ് ഈ ക്യൂ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഏത് വേണമെങ്കിലും എഴുതാം. ഈ 2AQ എന്ന കാര്യം എപ്പോഴും ആവർത്തിച്ചു വരും. അപ്പോൾ നമ്മൾ ആ കാര്യത്തെ ഡൈപോൾ മൊമെൻറ്റ് P എന്നാണ് വിളിക്കുക. ഈ ഡൈപോൾ മൊമെൻറ്റ് അപ്പോൾ എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡൈപോൾ ഡിസ്റ്റൻസ് ആൻഡ് വൺ ഓഫ് ദ ചാർജസ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇനിയോ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്നാണ് നമ്മൾ കരുതുക. ഇനി ഈ ഡൈപോളിനെ നമ്മൾ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക എന്നറിയോ? നമ്മൾ പരീക്ഷനെക്കുറിച്ചാണ് കൂടുതൽ വറീഡായിരിക്കുന്നത്. ഇപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിന് ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻസ് ഞാനിവിടെ കാണിച്ചിട്ടില്ലേ, ഈ ലൈനെ നമ്മൾ ആക്സിയൽ ലൈൻ എന്നാണ് പറയുക. അതേപോലെ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന ഈ ലൈനെ ഇക്വറ്റോറിയൽ ലൈൻ എന്നാണ് പറയുക. അപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ഡൈപോളിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുക. ഒന്ന് ഡൈപോളിൻ്റെ ഡെഫിനിഷൻ, ഡൈപോൾ മൊമെൻ്റ് ഡെഫിനിഷനൊക്കെ ചോദിക്കാം. കൂടിയ മാർക്കിന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഈ ആക്സിയൽ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇവിടുത്തെയോ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് ചോദിക്കും. പിന്നെയോ ഇതേപോലെ ഈ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ. പരീക്ഷയ്ക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡൈപോൾ വരയ്ക്കണം. പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇതാണ് ആക്സിയൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ദൂരമാണ് എ എന്ന് പറയുന്ന ദൂരം. ഇനി ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ അവിടെ നിന്നുള്ള ദൂരം, ഈ ദൂരം സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് അതെടുക്കുക. ആ ദൂരം നമ്മൾ R എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് രണ്ട് ചാർജുകൾ ചേർന്നിട്ടാണ്. പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, നെഗറ്റീവ് ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു ഈ പ്ലസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ് വരേണ്ടത്. R സ്ക്വയർ എന്ന് വെച്ചാൽ ഈ ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ്. സെൻറ്ററിലേക്കുള്ള ദൂരം R ആണ്. അപ്പോൾ ഈ ദൂരം A ആണല്ലോ. അപ്പോൾ ഈ ദൂരം എത്ര കിട്ടുക? R മൈനസ് A ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. R മൈനസ് A ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഈ മൈനസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുക. അപ്പോൾ മൈനസ് ചാർജ് ആയതുകൊണ്ട് മൈനസ് 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ദൂരം ശ്രദ്ധിച്ച് എഴുതണം. അത് R പ്ലസ് A ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടും കൂടെ കൂട്ടണം നമ്മൾ. അപ്പം ഈ നെറ്റ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ഈ മൈനസ് എഴുതണം. രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ Q ഡിവൈഡഡ് ബൈ 4πε0 കോമൺ ആണ്. ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. 1/R മൈനസ് A ഹോൾ സ്ക്വയർ മൈനസ് 1/R പ്ലസ് A ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഈ മൈനസ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുകയാണ്, നിങ്ങൾ താഴേക്ക് തന്നെ എഴുതണം. Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു
ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നറിയോ? ഇത് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് ആർ മൈനസ് എ ഇൻറ്റു ആർ മൈനസ് എ എന്ന് എഴുതാം. ഇത് ആർ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുക ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. മേലെ നിങ്ങൾക്ക് 4AR എന്നും കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്, ദിസ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ പോയിൻ്റ് കുറേ ദൂരെയാണെങ്കിൽ, അതായത് ഈ ആർ എയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ, ആർ എയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് A0 എന്ന് വയ്ക്കാം. അതായത് ഈ ഇക്വേഷനിൽ A0 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇത് 0 ആയിപ്പോയാൽ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നുണ്ടാവും. അതായത് r⁴ വരും. ഇതിൽ ഒരു 6 ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ r³ എന്ന് വരും. ഇവിടെ 4AQ എന്ന് വരും. 4AQനെ നമുക്ക് 2 × 2AQ എന്ന് എഴുതാം. അതായത് ഇങ്ങനെ വരും, 1/4πε0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ r³ എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇനി പൊതുപരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ പടം വരയ്ക്കുക, E+ എഴുതുക, E- എഴുതുക, E net is equal to ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, വി ആഡ് ആൻഡ് അപ്രോക്സിമേറ്റ് എന്നും കൂടെ എഴുതിയാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ ഇല്ല എന്ന് എഴുതി കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ എന്താണെങ്കിലും കാണാതെ പഠിക്കണം. ഈ എങ്ങനെയാണ് കാണാതെ പഠിക്കുക അത് ശ്രദ്ധിക്കണം. വെറുതെ E = അങ്ങനെ പഠിക്കാൻ പാടില്ല. E = എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ശരിക്കും പഠിക്കണ്ടേ, ശ്രദ്ധിച്ച് കേൾക്ക്. ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ E = 1/4πε0 × 2p ഡിവൈഡഡ് ബൈ r³. അങ്ങനെ നിങ്ങളത് കാണാതെ പഠിക്കണം, ഇത് എഴുതി പഠിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ഇക്വിറ്റോറിയൽ ലൈനിലെ പോയിൻ്റ് എടുക്കാം. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈനിലെ വരയ്ക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പടം വരയ്ക്കുക. അപ്പോൾ +Q -Q 2a എന്ന ഡിസ്റ്റൻസ് ഇതാണ്. അതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇക്വിറ്റോറിയൽ ലൈന് വരയ്ക്കുക. ഒരു പോയിൻ്റ്, ചിത്രം നന്നായി ശ്രദ്ധിക്കണേ. ഈ പോയിൻ്റ് r ദൂരത്താണ് ഉള്ളത്. ഓക്കെ, ഇത് A ആയിരിക്കും, ഇത്രയും ദൂരം A ആയിരിക്കും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇത് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇങ്ങോട്ടായിരിക്കും, E+. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെ ഇങ്ങോട്ട്, E-. ഈ പ്ലസും ഈ മൈനസും തുല്യ അളവിലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ പ്ലസിന് ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. അതേപോലെ ഈ മൈനസിനും, ഈ മൈനസിന് ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. ഈ രണ്ട് കമ്പോണൻസ് ഈക്വൽ ആയതുകൊണ്ട് ദേ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ആൻഡ് ദീസ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് അപ്പ്. പടത്തിൽ ഇത്രയും കാണിക്കുക നിങ്ങൾ. എന്നിട്ടോ ഈ E+ ഈസ് ഈക്വൽ ടു E- ആണ്, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു E+ ആണ്. രണ്ടും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ എഴുതുക എന്നറിയോ? നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ഈ കോസ് തീറ്റ ആയിരിക്കും, E+ കോസ് തീറ്റ എന്ന് എഴുതാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനും അതേപോലെ കമ്പോണൻസ് ഉണ്ടാവും, ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് +E- കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും പടത്തിൽ എഴുതുക നിങ്ങൾ. എന്നിട്ട് എന്താ എഴുതേണ്ടത്? ദെയർ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആഡ് അപ്പ്. അപ്പോൾ E net ഈസ് ഈക്വൽ ടു എഴുതുന്ന ഫോർമുല നോക്കിക്കേ. ഇത് രണ്ടും കൂടെ കൂട്ടുക. കൂട്ടിയിട്ട് നമ്മൾ 2E+ കോസ് തീറ്റ എന്ന് എഴുതിയേക്കുന്നു. മൈനസ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല.
രണ്ട് ഈക്വലാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പടത്തിൽ ഈ കാര്യങ്ങൾ കാണിക്കുന്നത് നല്ലതാണ്. ഇനി പടത്തിലൊരു ചെറിയ കാര്യം വിട്ടു എന്നാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടീച്ചേഴ്സ് അങ്ങനെ ഭയങ്കര ഭീകരന്മാരൊന്നുമല്ല, അവർക്ക് മനസ്സിലാവും ഇതൊക്കെ. എന്നിട്ട് ഇനി നിങ്ങൾ എഴുതേണ്ടത്, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇ പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ആ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇ പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അപ്പോൾ അത് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിൻ്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. ഈ സൈഡ് എ ആണ്, ഈ സൈഡ് ആർ ആണ്. അപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ സൈഡിൻ്റെ സ്ക്വയറാണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. a² പ്ലസ് r². നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയറാണ് എഴുതിയേക്കുന്നത്. ഓക്കെ. ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു കോസ് തീറ്റ. ഇതാണല്ലോ തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ a² പ്ലസ് r² ഓൾ റൈസ് ടു 1/2. ഇവിടെ സ്ക്വയർ വേണം, ഇവിടെ ഡിസ്റ്റൻസ് മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ റൂട്ട് എടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2aq എന്ന് കിട്ടി. അപ്പോൾ 1/4πε0 2aq എന്ന് പറഞ്ഞാൽ p ആണ്, ഡിവൈഡഡ് ബൈ a² പ്ലസ് r² ഓൾ റൈസ് ടു 3/2. ഇനി പോയിൻ്റ് ദൂരെയാണെങ്കിൽ നമുക്കിങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. പോയിൻ്റ് ദൂരെയാണെങ്കിൽ 1/4πε0 ഇൻറ്റു, ദൂരെയാണെങ്കിൽ a0 ആയിരിക്കും. ഇവിടെ a0 ആണെങ്കിൽ r² ഓൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ p ഡിവൈഡഡ് ബൈ r³ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതി പഠിക്കുക? ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി on the equatorial points of an electric dipole is equal to 1/4πε0 into p divided by r³. ഇത് നേരത്തെ ആക്സിയൽ ലൈനിൽ കിട്ടിയതിൻ്റെ പകുതിയുള്ളൂ. ഇവിടെ 2 ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതായത് ഇതിൻ്റെ ഇരട്ടി ഉണ്ട് ആക്സിയൽ ലൈനിൽ. അപ്പോൾ ആക്സിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ്സ് ആർ ട്വൈസ് കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ്സ് ഫോർ ദ സെയിം ഡിസ്റ്റൻസ്. ഒരേ ദൂരത്തുള്ള പോയിൻറ്റുകളാണ് നിങ്ങൾ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇതേ ദൂരത്തുള്ള പോയിൻറ്റുകളാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ആക്സിയൽ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വറ്റോറിയൽ പോയിൻറ്റിൻ്റെ ഇരട്ടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞത്. മൈക്കിൾ ഫാരഡേയുടെ കാലമായപ്പോഴേക്കും ഈ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉപയോഗിക്കാം എന്നൊരു സങ്കല്പം വന്നു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ? ഞാനൊരു ഡെഫിനിഷൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണാതെ ഓർത്തിരിക്കണം. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ തീരുന്ന ടാൻജൻറ്റുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നൽകുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത സാങ്കല്പിക രേഖകളാണ്. ഓക്കെ, പഠിച്ചോ? 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങളിത് ഓർത്തിട്ട് എഴുതണം. 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് അത് ആരംഭിക്കുക, ഇങ്ങനെ. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അവിടേക്കാണ് അത് അവസാനിക്കുക. തുടങ്ങുന്ന ലൈനുകളെല്ലാം തീരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പം ദ സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ്, എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്. ടാൻജൻറ്റുകൾ ഫീൽഡ് ഡയറക്ഷൻ നൽകുന്ന, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇനി ഒരിക്കലും കൂട്ടിമുട്ടാത്ത, ഇങ്ങനെ കൂട്ടിമുട്ടൂല, കാരണം കൂട്ടിമുട്ടിയ ഇവിടെ 2 ടാൻജൻറ്റ് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് പറ്റൂല. പിന്നെയോ, സാങ്കല്പിക രേഖകളാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ. അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ വെച്ച് ആ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കണം. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ നമ്മൾ എന്തിനാണ് പഠിച്ചതെന്നറിയോ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? അത് രസകരമാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇങ്ങനെ തുല്യ അകലത്തിൽ ഒരേ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കണ്ടാൽ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നാണ് അർത്ഥം. ഇങ്ങനെ ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അവിടെ നിങ്ങളൊരു ഏരിയ സങ്കല്പിക്കുക, ഒരു ചെറിയ ഏരിയ. ഇങ്ങനെ ഒരു ഏരിയ നിങ്ങൾ സങ്കല്പിക്കുക.
ഈ ഏരിയ ഇപ്പം എൻ്റെ കൈയാന്നിരിക്കട്ടെ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഏരിയയാണ്. ഈ കൈ ഞാൻ ഇങ്ങനെ വെച്ചാൽ യു സി 3 ലൈൻസ് ആർ പാസിങ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നറിയോ, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ മൈ ഹാൻഡ് ഈസ് 3 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ ദാറ്റ് ഏരിയ. ഓക്കെ, ആ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അതിൻ്റെ ഫോർമുല ഓർത്തിരിക്കണം. ഇലക്ട്രിക് ഫ്ലക്സിന് നമ്മൾ ഫൈ എന്ന സിമ്പൽ കൊടുക്കുക. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ എന്നാണ്. എന്തുകൊണ്ട് ആ ഫോർമുല, ആ കാര്യങ്ങൾ നമ്മളൊന്ന് പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ വയ്ക്കുകയെന്നിരിക്കട്ടെ, അതായത് ഏരിയ വെക്റ്റർ, ഈ ഏരിയനെ ഞാൻ ഇവിടെ എടുത്തേക്കുവാണ്. ആ ഏരിയ വെക്റ്റർ ഇങ്ങനെ വന്നാൽ അതിന് ഇങ്ങനെ ഒരു ഡയറക്ഷനാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ എന്നാണ് പറയുക. ഒരു ഏരിയ വെക്റ്ററായിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന നോർമലാണ്, ഔട്ട്വേർഡ് നോർമലാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്റ്ററും ഇങ്ങോട്ടാണ്. ഇപ്പോൾ മാക്സിമം ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് ഇവിടെ എസ് എന്നെടുത്തേക്കുന്നത്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഇ എന്നെടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 3 ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. വി സേ ദ ഫ്ലക്സ് ത്രൂ ദിസ് ഏരിയ ഈസ് 3 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ ഈ ഏരിയ, ഇതേ ഏരിയ ഇങ്ങനെ ചരിച്ചു എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ചരിച്ചു, കുറച്ചിങ്ങനെ ചരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ചരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, ഏരിയ വെക്റ്റർ അപ്പോൾ ഇങ്ങോട്ടായി അല്ലേ. ഏരിയ വെക്റ്റർ ഇങ്ങോട്ട് ചെരിയുന്നതിനനുസരിച്ച് ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇനി നിങ്ങൾ ആ ഏരിയ വെക്റ്റർ ഇങ്ങനെയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നും ഇല്ല. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ഏരിയയുടെ അളവ്, ആ ഏരിയ ആ ഇലക്ട്രിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ, 3 കാര്യങ്ങൾ. അപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഇസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ് പഠിക്കുക. ഈ ആശയം അതിനകത്തുണ്ട്, അത് നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. 4 ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഗോസ് തിയറമാണ്. നിങ്ങൾക്കറിയാം, ഒരു +2 പരീക്ഷയ്ക്ക് ഗോസ് തിയറം ചോദിക്കാതെ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഗോസ് തിയറം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പാണ്. അതിനൊരു ആപ്ലിക്കേഷൻ കൂടെ പഠിച്ചാൽ 5 മാർക്ക് ഉറപ്പാണ്. നമുക്ക് പഠിക്കാം അല്ലേ, സമയം കളയണ്ട, പെട്ടെന്ന്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ, ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ, ആ ഡെഫിനിഷൻ ഒരിക്കൽ കൂടെ ഓർത്തെടുത്ത്, ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ ദാറ്റ് ഏരിയ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കുക, ഒരു ക്ലോസ്ഡ് സർഫസ് സങ്കല്പിക്കുക. അതിനകത്ത് ഞാനിവിടെ ഒരു +5 മൈക്രോ കൂളോം ചാർജ് വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. ചാർജിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് മൈക്രോ കൂളോം ചാർജ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 5 മൈക്രോ കൂളോം ചാർജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്കായിരിക്കുമല്ലോ ലൈൻസ് ഉണ്ടാവുക അല്ലേ, അവിടെ നിന്ന് തുടങ്ങുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്കായിരിക്കും. എത്ര ലൈനുകൾ വരയ്ക്കണം എന്നുള്ള കാര്യത്തിന് പിന്നീട് റൂൾസ് ഉണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ പറയാം, ഞാനിപ്പോൾ 3 ലൈൻസ് വരച്ചു. ഓക്കെ, നമ്മൾ പറയുന്നത് എന്നറിയോ, ഈ ക്ലോസ്ഡ് സർഫസിൽ കൂടെ, ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫുട്ബോളാണെന്ന് സങ്കല്പിക്കുക. ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദർ ഈസ് അൻ ഔട്ട് ഫ്ലക്സ്, പുറത്തേക്കാണ് ഫ്ലക്സ് ഉള്ളത്. ഇനി ഇവിടെ ഞാനൊരു -10 മൈക്രോ കൂളോം ചാർജ് വെച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക, അതിനുള്ളിൽ തന്നെയാണ്. 5-ന് ഞാൻ 3 എണ്ണം വരച്ചാൽ 10-ന് ഞാൻ 6 എണ്ണം വരയ്ക്കണമല്ലോ അല്ലേ. അപ്പം 6 ലൈൻ ഞാൻ അകത്തേക്ക് വരയ്ക്കണം. ചുരുക്കം പറഞ്ഞാൽ, അപ്പോൾ അകത്തേക്ക് ഇവിടെ 6 ലൈൻ ഉണ്ടായി, ഇതുകൊണ്ട് 3 ലൈനും ഉണ്ടായി. രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മളപ്പോൾ എങ്ങനെയാണ് പറയുക, അകത്തേക്ക് 3 ലൈൻസാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആശയം ഓർത്തിരിക്കണം. നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് ആൻ ഇൻഫ്ലക്സ്, പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട് ഫ്ലക്സ് ഫോർ എ ക്ലോസ്ഡ് സർഫസ് വെൻ ദ ചാർജസ് ആർ ഇൻസൈഡ്. ഇനി അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഔട്ട് ഫ്ലക്സ് ഉണ്ടാക്കും, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇൻഫ്ലക്സ് ഉണ്ടാക്കും. അപ്പോൾ ടോട്ടൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിലോ 2 ചാർജും കൂടിയുള്ള ഫ്ലക്സ് ആയിരിക്കും അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇവിടെ, ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇത് പുറത്തേക്കും ഫ്ലക്സ് ഉണ്ടാക്കും, ഇത് അകത്തേക്കും ഫ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്ന അപ്പം ഇതുകൊണ്ട് 3 എണ്ണം ഉണ്ടാവും, ഇതുകൊണ്ട് 6 എണ്ണം അകത്തേക്കും ഉണ്ടാവും. അപ്പോൾ നെറ്റ് ഫ്ലക്സ് 3 എണ്ണം അകത്തേക്ക് നിന്നാണ്. ആശയം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാമെന്നറിയോ, ടോട്ടൽ ഫ്ലക്സ്
ടോട്ടൽ ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ചാർജ് ഇൻസൈഡ്. അപ്പോൾ ചാർജ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെൽറ്റ ക്യൂ എന്ന് എഴുതാൻ കാരണം എന്താ? വെറുതെ ചാർജ് എന്ന് എഴുതാതെ ഡെൽറ്റ ക്യൂ എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? ഇവിടെ അകത്തുള്ള ചാർജ് എല്ലാം കൂടെ കൂട്ടിയെടുക്കണം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് എത്ര ലൈനുകൾ വരയ്ക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ വരേണ്ടത്. ആ കോൺസ്റ്റൻ്റ് എത്രയാണെന്നറിയോ? അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കുവാണ്. ഈക്വൽ ടു 1/ε0 എന്നാണ് നമ്മൾ കോൺസ്റ്റൻ്റ് വെച്ചേക്കുന്നത്. എന്താണ്? 1/ε0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈസ് 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്. ഈ ആശയത്തെ നമ്മൾ ഗോസ് തിയറം എന്നാണ് പറയുക. ആ ഗോസ് തിയറം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് ഉള്ള ഫ്ലക്സിനെ കുറിച്ചാണ് പറയുക. ആ ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് അതിനകത്തുള്ള ചാർജിനോട് പ്രപ്പോർഷണലാണ്. നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായി നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. ഒരു സെൻറ്റൻസ് പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും അതിനകത്ത് മാറിപ്പോകാൻ പാടില്ല. എങ്ങനെ പഠിക്കുക നമ്മൾ? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയണം, കാരണം പോസിറ്റീവും നെഗറ്റീവും വ്യത്യസ്ത ഫ്ലക്സാണ് ഉണ്ടാക്കുക. 1/ε0 എന്ന് പറയണം, കാരണം അത് എയറിൽ അല്ലെ വാക്വത്തിലാണ് ഈ അളവ്. വേറൊരു മീഡിയം ആണെങ്കിൽ ഇവിടെ ആ മീഡിയത്തിൻ്റെ കോൺസ്റ്റൻ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ടോട്ടൽ ചാർജ് എന്നും പറയണം, കാരണം എന്താ? ഇവിടെ പലതരത്തിലുള്ള ചാർജ് വരാം. അപ്പോൾ അകത്തുള്ള മൊത്തം ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഗോസ് തിയറം ഒരിക്കൽ കൂടെ നന്നായിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് തുടർന്ന് അങ്ങോട്ട് വീഡിയോ കാണാവുള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ ഗോസ് തിയറം ഇക്വേഷനായിട്ട് ഓർത്തിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. 3 ആപ്ലിക്കേഷൻസാണ് നമുക്കുള്ളത്. സിമ്പിളായ ആപ്ലിക്കേഷൻസ് ആണ്, പെട്ടെന്ന് പഠിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്യുകയാണ്. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ചാർജ്ഡ് ഷെൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു കോപ്പറിൻ്റെ ചാർജ്ഡ് ഷെൽ, ചാർജ്ഡ് കണ്ടക്റ്റിംഗ് ഷെൽ. അതിൽ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വരയ്ക്കുമ്പം ചാർജിൻ്റെ കാര്യം മറന്നു പോകരുത്. അതിൻ്റെ റേഡിയസ് R ആണെന്നിരിക്കട്ടെ. അതിൽ നിന്ന് ദൂരെ, ഉദാഹരണത്തിന് ഇവിടെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറയാമെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്? ഇത് നമ്മൾ 5 സ്റ്റെപ്പുകളിലാണ് ചെയ്യുക. ആദ്യം നമ്മൾ ഈ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കും. നോക്കിക്കാൻ, ഞാൻ വരയ്ക്കുന്ന ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിൻ്റെ പ്രത്യേകത, സെൻറ്ററിൽ നിന്ന് അത് സ്മോൾ r ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇതിന് കോൺസെൻട്രിക് ആയിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ആ ഗോസിയൻ സർഫസ് സ്പെസിഫൈ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്താ എഴുതേണ്ടതെന്നറിയോ? ഇമാജിൻ എ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് കോൺസെൻട്രിക് വിത്ത് ദ ചാർജ്ഡ് സ്ഫിയർ as in the figure with the point on the surface. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാലോ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്നാണ് ഗോസ് തിയറം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ചിത്രത്തിൽ നമുക്കത് കാണിക്കാം. ഈ സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഈ ഏരിയ വെക്ടറും സ്വാഭാവികമായിട്ടും പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് വേണേൽ ഫസ്റ്റായിട്ട് E.S ഈസ് ഈക്വൽ ടു E ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ. അതെത്രയാ? 4π സ്മോൾ r² ആണ്. ഇതാണ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കിട്ടി. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, മൂന്നാമത്തേത് ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ആയിരിക്കും. കാരണം ഉള്ള മൊത്തം ചാർജും ഈ ഗോസിയൻ സർഫസിനകത്താണുള്ളത്. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഗോസ് തിയറം ഇക്വേഷൻ എഴുതണം. എന്താ ഗോസ് തിയറം ഇക്വേഷൻ? ടോട്ടൽ ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ Q. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇവിടെ എത്രയാ? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് E ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ്.
ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/, ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മളിവിടെ ε0 മറന്നുപോയേ, 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ r². എഴുതിയത് മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇത് പോയിൻ്റ് പുറത്തുള്ളപ്പോഴാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ പോയിൻ്റ് ഇവിടെയാണ്, ചില സന്ദർഭങ്ങളിൽ ഇവിടെ സർഫസിൽ ചോദിക്കും. സർഫസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇതേ കാര്യം എഴുതുക നിങ്ങൾ. എന്നിട്ട് ഈ സ്മോൾ ആറിന് പകരം എന്ത് കൊടുത്താൽ മതി? ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്താൽ മതി. വെൻ പോയിൻ്റ് ഈസ് ഓൺ ദ സർഫസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇതേ കാര്യം തന്നെ എഴുതി പഠിക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുക വെൻ ദ പോയിൻ്റ് ഈസ് ഓൺ ദ സർഫസ് സ്മോൾ ആർ ഈസ് ക്യാപിറ്റൽ ആർ. ഇനി അകത്താണെങ്കിലോ സംടൈംസ് ദ പോയിൻ്റ് ക്യാൻ ബി ഹിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ അതിനും വരിക. എന്താ വ്യത്യാസം ഉണ്ടാവുക എന്നറിയോ? ഈ ടോട്ടൽ ചാർജ് എന്നുള്ള ഈ അളവ് ഈക്വൽ ടു 0 എന്നായി പോകും. കാരണം ഇതിനകത്ത് ചാർജ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് എഴുതാൻ പറ്റുക? ദി ഗോസിയൻ സർഫസ് ഡസ് നോട്ട് എൻക്ലോസ് എനി ചാർജ്, സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഒന്നുപോലും വിട്ടുപോകാതെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വരച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് ഇതുവരെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് വയറാണ്. ഇങ്ങനെ ചാർജുള്ള ഒരു കോപ്പർ വയറോ അങ്ങനെ ഒരു കണ്ടക്റ്റിംഗ് വയർ, അതിൽ നിന്ന് ദൂരെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിലേക്കുള്ള ദൂരം സ്മോൾ r ആണെന്ന് സങ്കല്പിക്കുക. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് എന്താണ്? അപ്പോൾ ഈ വയറെടുത്താൽ അതിൻ്റെ 1 മീറ്ററിലുള്ള ചാർജിൻ്റെ അളവ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു അളവ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഗോസിയൻ സർഫസ് സങ്കല്പിക്കുന്നു. നമുക്ക് 3 എക്സാമ്പിൾസ് ഉള്ളത്. ഈ 3 എക്സാമ്പിൾസിലും ഗോസിയൻ സർഫസിൻ്റെ രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ 3ഉം സെപ്പറേറ്റ് ആയിട്ട് മനസ്സിരുത്തി പഠിക്കണം. ഇവിടെ ഞാൻ ഗോസിയൻ സർഫസ് വരയ്ക്കുന്നത് നോക്കുക. ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസാണ് എടുക്കുന്നത്. അതിൻ്റെ നീളം, ഈ നീളം L ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, റേഡിയസ് R ആണ്. അപ്പോൾ ഗോസിയൻ സർഫസിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇമാജിൻ എ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് കോൺസെൻട്രിക് വിത്ത് ദ വയർ വിത്ത് ദ പോയിൻ്റ് ഓൺ ഇറ്റ്സ് സർഫസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ആണ്. ടോട്ടൽ ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടെ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കറിയാം അല്ലേ? ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതിന് 3 സർഫസാണ്, 2 കട്ട് ഫേസും ഒരു കർവ്ഡ് ഫേസും ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ കർവ്ഡ് ഫേസിൽ കൂടെ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് നമുക്ക് ആദ്യം തന്നെ എഴുതാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 0. ഹിയർ ഓൾസോ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 0. കാരണം ആ ഭാഗത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷനിലേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാത്തത്. ഇനി ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും E എന്ന അളവിൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇനി ഏരിയ വെക്റ്റർ. ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് ഈ കർവ്ഡ് ഫേസിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നിവർത്തി വെച്ചാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ? മനസ്സിലായോ? ആലോചിച്ച് മനസ്സിലാക്കണേ. ഇത് നീളം L ആണ്. ഇത് 2πr ആയിരിക്കും. അതിങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഏരിയ വെക്റ്റർ S എന്തായിരിക്കും? 2πrl ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? E ഇൻറ്റു S. അപ്പം ഇവിടുത്തെ തീറ്റയും കൂടെ നമുക്ക് മാർക്ക് ചെയ്യണേ. തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇങ്ങോട്ട് തന്നെയല്ലേ, ഒരേ ഡയറക്ഷനിലേക്കല്ലേ രണ്ടും. അപ്പോൾ E ഇൻറ്റു 2πrl ആയിരിക്കും ടോട്ടൽ ഫ്ലക്സ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ?
ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് L നീളമുണ്ട്, 1 മീറ്ററിൽ ലാംഡ ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് L ഇൻറ്റു ലാംഡ. ഓക്കെ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഗോസ് തിയറം ഇക്വേഷൻ എഴുതണം. എന്താ ഇക്വേഷൻ എഴുതേണ്ടത്? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഞാനിവിടെ എഴുതുന്നത്. E ഇൻറ്റു 2πRL ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു L ലാംഡ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്തിട്ട് E കണ്ടുപിടിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? E ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 2πε0 എന്നാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഞാൻ തൽക്കാലം അങ്ങനെ എഴുതുന്നു. 2πε0 ഇൻറ്റു എൽസ് ക്യാൻസൽ ഔട്ട് ആൻഡ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ലാംഡ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഈ 2πε0 എന്ന് എഴുതാറില്ല. നമ്മൾ അതിനെ 4πε0 എന്ന് തന്നെയാണ് എഴുതാറ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 2 ചേർക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇക്വേഷൻ കിട്ടി. എങ്ങനെ ഇക്വേഷൻ പഠിക്കുക നമ്മൾ? ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് വയർ E is equal to 1/4πε0 into 2 lambda divided by R, where lambda is the linear charge density. ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഗോസിയൻ സർഫസിൻ്റെ ഷേപ്പ്, ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് 3 സ്ഥലങ്ങളുണ്ട്. ഒരെണ്ണം പഠിച്ചു, ഇപ്പോൾ 2 എണ്ണമായി, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഒരു തിൻ ഷീറ്റ്. ഇങ്ങനെ ഒരു ഷീറ്റ് ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഈ ഷീറ്റിന് മേലെ നമ്മൾ ചാർജ് കൊടുത്തു. അങ്ങനെ ഇൻഫിനിറ്റ് തിൻ ഷീറ്റ്. എത്ര ചാർജ് കൊടുത്തു എന്ന് ചോദിച്ചാൽ 1 മീറ്ററിൽ സിഗ്മ ആണ് ചാർജ്. എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. ദാറ്റ് ഈസ് ദ ചാർജ് പ്രസൻറ്റ് ഇൻ 1 മീറ്റർ സ്ക്വയർ ഓഫ് ദിസ് ഷീറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചേക്കുക. ആ ഷീറ്റിൽ നമ്മൾ ചാർജ് കൊടുത്തു. അപ്പോൾ ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു. നോക്കണേ, ഈ ഷീറ്റ് ഇങ്ങനെയാണെന്നാണ് നമ്മളുടെ സങ്കല്പം. അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. ഇതിങ്ങനെയുണ്ട്, ബാക്കി അപ്പുറത്തേക്കുമുണ്ട്, ഇങ്ങനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പൈപ്പ് പോലെയാണ് ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസാണ്. അതിൻ്റെ ഇവിടെയുള്ള കട്ട് ഫേസിൽ ഈ ഭാഗത്താണ് ഈ പോയിൻ്റ് ഉള്ളത്, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിൻ്റ്. ഓക്കെ, ഇനി ഈ സർഫസിൽ നിന്ന്, ഈ ഷീറ്റിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ പോയിൻ്റ് എന്ന കാര്യം നമ്മൾ പറയുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പോയിൻ്റ് കിട്ടി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? ഇമാജിൻ എ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ത്രൂ ദ ഷീറ്റ് ആസ് ഇൻ ദ ഫിഗർ വിത്ത് ദ പോയിൻ്റ് ഓൺ വൺ ഓഫ് ദ സൈഡ് ഫേസസ്. ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടായി വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇമാജിൻ എ ഗോസിയൻ സർഫസ് ആസ് ഇൻ ദ ഫിഗർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഫ്ലക്സ് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും പോസിറ്റീവ് ചാർജാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും E. ഏരിയ വെക്ടർ എസ് അങ്ങോട്ടാണ്, തീറ്റ അപ്പം 0 ആണ്. അതേ കാര്യം ഇങ്ങോട്ടും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, എസ് ഇങ്ങോട്ടാണ്, തീറ്റ 0 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് E ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ കോസ് 0 ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് ES ആയിരിക്കും. ഇവിടെയും ഫ്ലക്സ് ES ആയിരിക്കും. ഓക്കെ, ഇനി കർവ്ഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഏരിയ വെക്ടർ അങ്ങോട്ടാണ്. അപ്പോൾ ഈ സൈഡിലുള്ള ഫ്ലക്സ് 0 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ എഴുതുക ടോട്ടൽ ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടെ ES ഉണ്ട്, ഇവിടെ ES ഉണ്ട്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു ES. ഓക്കെ,
മൂന്നാമത്തെ സ്റ്റെപ്പ് ടോട്ടൽ ചാർജ് ക്യൂ എന്ന് എഴുതിയാലും മതിയേ. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇങ്ങനെയാണല്ലോ ഇതിനകത്തോടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്. 1 മീറ്റർ സ്ക്വയറിൽ സിഗ്മ ആണ് ചാർജ്. ഇതിൻ്റെ ഏരിയ എസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ചാർജാണ് ഉണ്ടാവുക? എസ് ഇൻറ്റു സിഗ്മ. ഓക്കെ. ഇനി നമ്മളുടെ നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഗോസ് തിയറം ഇക്വേഷൻ എഴുതണം. ഓക്കെ. എന്താ ഗോസ് തിയറം ഇക്വേഷൻ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ചാർജ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. 2 ഇൻറ്റു ES ഈസ് ഈക്വൽ ടു S ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ E നിങ്ങൾ കണ്ടുപിടിക്കണം. സോ S വിൽ ക്യാൻസൽ ഓൺ ബോത്ത് ദ സൈഡ്സ്. സോ യു വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. അപ്പോൾ നമ്മൾ നോക്കിയ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം നോക്കിക്കേ, ഡിസ്റ്റൻസിൻ്റെ ടേം ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡസ് ദിസ് മീൻ ദാറ്റ് വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സെയിം? നോ, അങ്ങനെയല്ല. ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ പോയിൻറ്റ്സ് ക്ലോസർ ടു ദ ഷീറ്റ്. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിക്കണേ. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷീറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 വേർ സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. ശ്രദ്ധിക്കണം, ഇതാണ് ഷീറ്റ് എങ്കിൽ പോസിറ്റീവ് സിഗ്മ ആണെങ്കിൽ ഈ ഭാഗത്ത് അങ്ങോട്ടും ഈ ഭാഗത്ത് ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇത് നെഗറ്റീവ് സിഗ്മ ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. രണ്ട് സമയത്തും അളവ് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടക്കാം. ഈ ചാപ്റ്ററിൽ എന്തെല്ലാമാണ് കാര്യങ്ങളാണെന്നുള്ള കാര്യം പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു ചിത്രം വരച്ച് ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നാവും. നമ്മൾ ആദ്യം ഡൈപോളിൻ്റെ കേസാണ് പറഞ്ഞത്. ഡൈപോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഇത് ഇക്വിറ്റോറിയൽ ലൈൻ, ഇത് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലെ ഒരു പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p ഡിവൈഡഡ് ബൈ r³. ഇനി ഇക്വിറ്റോറിയൽ ലൈനിലെ ആണെങ്കിൽ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു p ഡിവൈഡഡ് ബൈ r³. ഇനി ചാർജ്ഡ് ഷെൽ ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ഔട്ട്സൈഡ് പോയിൻറ്റ്സ് ആണെങ്കിൽ, പുറത്താണെങ്കിൽ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ സ്മോൾ r². ഇനി സർഫസിൽ ആണെങ്കിൽ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ r². അകത്താണെങ്കിൽ E ഈസ് ഈക്വൽ ടു 0. ഇനി ചാർജ്ഡ് വയർ ആണെങ്കിൽ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2λ/r. ഇവിടെ ഇത് r³, ഇത് r³ ആണ്. ഇവിടെ r³ ആണ്, ഇവിടെ r² ആണ്, ഇവിടെ r ആണ്. വ്യത്യാസങ്ങൾ ഓർത്തിരിക്കണേ. ഇനി ഷീറ്റ് ആണെങ്കിൽ പ്ലസ് സിഗ്മ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. നോ r ഈസ് അപ്പിയറിങ് ദർ. ഇനി ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ഇക്വേഷൻ, കൂളോംസ് ലോ. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. കുട്ടികളെ ധൈര്യമായിട്ട് പഠിക്കുക. മിനിമം 15 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഒരൊറ്റ ചാപ്റ്റർ മതി ഫിസിക്സ് ജയിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. നന്നായി പഠിക്കുക. ഞാൻ ഇതുവരെ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കമൻസൊക്കെ അടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കണം. ബാക്കി ചാപ്റ്ററുകൾ നന്നായി പഠിച്ച് തീർക്കുക. എല്ലാവർക്കും A+ അല്ലെങ്കിൽ സെൻറ്റം സ്കോർ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.